താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ പുരസ്കാരത്തിന് അർഹനാണോ നമ്പിനാരായണൻ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം 1994 ഈ കേസിൻ്റെ ഉത്ഭവകാലം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെയും പിന്തുടരുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് യാതൊരു അർഹതയും ശ്രീ നമ്പിനാരായണന് ഈ പുരസ്കാരം വാങ്ങുന്നതിനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു മാധ്യമങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് അദ്ദേഹം നൽകാമായിരുന്ന സംഭാവനകളെ ഇല്ലാതാക്കിയെന്ന്. വസ്തുത മനസ്സിലാക്കാതെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പരാമർശമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറിയം റഷീദ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നമ്പിനാരായണൻ്റെ പേര് പോലും മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്പിനാരായണൻ ISROയിൽ നിന്ന് മുൻകൂർ VRS എടുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. 1/11/1994 നമ്പിനാരായണൻ ISROയിൽ നിന്ന് വിരമിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകി. കാലാവധി പൂർത്തിയാക്കാതെ വിരമിക്കാനുള്ള അപേക്ഷ നൽകിയതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് 3 മാസ കാലാവധി എന്ന സാധാരണ ചട്ടം എനിക്ക് ഒഴിവാക്കി 10 ദിവസത്തെ സമയം കൊണ്ട്, അതായത് 11/11/94 സർവീസിൽ നിന്ന് വിരമിക്കത്തക്ക വിധം എൻ്റെ പെൻഷൻ അപേക്ഷ അനുവദിക്കണം എന്ന ഒരു കത്താണ് അദ്ദേഹം ISRO ചെയർമാന് നൽകിയത്. അതിനനുകൂലമായിട്ടുള്ള നടപടികൾ നീങ്ങുന്നതിനിടയിലായിരുന്നു അറസ്റ്റും ബാക്കി കാര്യങ്ങളും. അതുകൊണ്ട് അദ്ദേഹം ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ എന്തൊക്കെയോ വലിയ സംഭാവനകൾ നൽകാനിരുന്നയാളാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ക്രയോജനിക് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇന്ത്യ പുറകോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. 1982 മുതൽ ISROയുടെയും സ്പേസ് ബഹിരാകാശ വകുപ്പിൻ്റെയും ഫയലുകൾ പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ CR പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് അദ്ദേഹം ഇതിന് അർഹനല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ പീഡനം അനുഭവിച്ചവർക്ക് പത്മ പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ പീഡനം അനുഭവിച്ച എത്രയോ ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ ഇന്ത്യയിലില്ലേ? ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഈ കേസിൽ തന്നെ ശശികുമാർ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതെ, ഞാനതിലേക്ക് വരാം. സെൻകുമാർ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സെൻകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി അറിയാം. 1996 ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ പുനരന്വേഷണത്തിന് വേണ്ടി നയനാർ സർക്കാർ ഉത്തരവിടുമ്പോൾ സെൻകുമാറിനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ DIG ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കീഴിൽ IBയും റോയും ഉൾപ്പെട്ട അന്വേഷണ സംഘം ഈ കേസിൻ്റെ തുടരന്വേഷണം നടത്തണമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കേസ് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ ഈ പുനരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള കേസിൽ അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്പിനാരായണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്യന്തികമായി കോടതി എന്ത് അവസാനം കണ്ടെത്തി എന്നുള്ളതല്ലേ പ്രധാനം. സുപ്രീം കോടതി ഈ അന്വേഷണ സംഘത്തെയും തന്നെ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം CBI ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. CBIക്ക് ആണെങ്കിൽ ഇതിലൊന്നും തെളിവ് നൽകാൻ സാധിച്ചില്ല, തെളിവില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹത്തെ നേരിട്ട് വന്ന് കേട്ടുകൊണ്ടാണ് കോടതി കൃത്യമായൊരു തീരുമാനമുണ്ടായത്. ഒരു അന്വേഷണത്തിലൊരു സമിതി, ആ സമിതി എന്ന് പറയുന്നത് ISRO ചാരക്കേസ് അന്വേഷിക്കാനുള്ള സമിതി എന്ന നിലയ്ക്കാണെന്ന് സെൻകുമാർ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമിതി ഈ ഇദ്ദേഹത്തെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥർ അവരുടെ പങ്ക് അതിന്മേൽ അന്വേഷണം നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറയുകയാണ്. ഈ ജെയിൻ കമ്മീഷനിലേക്ക് വരുമ്പോൾ, സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ പറയുന്ന ജെയിൻ കമ്മീഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഈ കേസിൻ്റെ ഉത്ഭവം മുതലുള്ളത് വരും. കാരണം പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചനയും കാര്യങ്ങളും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കേസിൻ്റെ ഉത്ഭവം തൊട്ടുള്ള കാര്യങ്ങൾ വരും. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്, CBI അന്വേഷിച്ച കേസിൽ CBIയുടെ റഫർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം CJM കോടതി നൽകിയ ഉത്തരവ്, വിധി, ആ വിധി ഒരു മേൽക്കോടതിയും ഇതുവരെ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കിയിട്ടില്ല. CBIയുടെ റഫർ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സുപ്രീം കോടതിയിൽ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട കേസിലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റദ്ദാക്കണമെന്നുള്ള കേസിലും പരാമർശിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ആ റഫർ റിപ്പോർട്ടോ CJMൻ്റെ വിധിയോ ഒരു മേൽക്കോടതിയിലും ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമായിട്ടില്ല. ആരും അതിനെതിരെ അപ്പീൽ പോയിട്ടില്ല, ഒരു മേൽക്കോടതിയിലേക്കും അത് പരിഗണനയ്ക്ക് വന്നിട്ടില്ല. അതിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കേസിലെ പ്രതിയായ ISROയിലെ മറ്റൊരു ശാസ്ത്രജ്ഞനായ D ശശികുമാരൻ ഒരു ഘട്ടത്തിലും ഈ കേസിനെതിരായി രംഗത്ത് വരികയോ ഒരു കോടതിയിലും പോവുകയോ ഒരു കോടതിയെ സമീപിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വസ്തുതകൾ അറിയാം. മാത്രമല്ല ഈ D ശശികുമാരൻ്റെ അടുത്ത ബന്ധുവാണ് 1996 മെയ് 2 ISRO കേസിലെ CBIയുടെ റഫർ റിപ്പോർട്ട്
അംഗീകരിച്ചുകൊണ്ട് പ്രതികളെ വിടുതൽ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. ഡി മോഹനരാജൻ ഡി ശശികുമാറിൻ്റെ അടുത്ത ബന്ധുവാണ്. ഈ കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് തുടർ നടപടികൾ വേണ്ടെന്നുള്ള ഉത്തരവ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ അഫിഡവിറ്റിലൂടെ അറിയിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ പ്രതികരണം വളരെ നിരാശാജനകമായിരുന്നു. അതൊക്കെ പഴയ കാര്യമല്ലെന്നാണ് കോടതി ചോദിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ബന്ധുവോ അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ പരിചയക്കാരനോ അങ്ങനെ ആരെങ്കിലും ഒരു കേസിൽ പ്രതിയായി വന്നാൽ ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി പിന്മാറുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ്. അതൊരു സദാചാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഏപ്രിൽ 30 1996 ഏപ്രിൽ 30 നമുക്കറിയാം, കേരളത്തിൽ നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് CBI ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ സമയം കണ്ടെത്തിയത്. 14-15 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ഒരു റിപ്പോർട്ടുണ്ടാക്കി, റഫർ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് ഏപ്രിൽ 30. മെയ് 1 പബ്ലിക് ഹോളിഡേ ആണ്. മെയ് 2 രാവിലെ കോടതി വന്ന് ഈ കേസിൽ റഫർ റിപ്പോർട്ട് അപ്രൂവ് ചെയ്തുകൊണ്ട് വിധി പറയുകയാണ്. പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പറയുകയാണ്. എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജഡ്ജി ആ കോടതിയിലെ CBI കോടതിയിലെ CJM ഡി മോഹനരാജൻ ഡി ശശികുമാറിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കറുത്ത പാടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ട്. ഇനിയും പുറത്തു വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ സ്വരാജ് ഉപയോഗിച്ച വാക്കുപയോഗിക്കുകയാണ്. ജെയിൻ കമ്മീഷനെ സുപ്രീം കോടതി വീണ്ടും നിയോഗിച്ചിരിക്കുന്ന ഒരു കാവ്യനീതിയിലേക്കുള്ള പോക്കാകും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ CBI ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയ ഈ സംഭവത്തിൽ ഇനി കമ്മീഷനാണ് അതിലെ സത്യാവസ്ഥ ആദ്യം മുതലേയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണത്തിലേക്ക് പോവുക എന്നെങ്ങനെ കരുതാനാകും? ഈ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, അദ്ദേഹത്തെ പീഡിപ്പിച്ചതാരൊക്കെ, അദ്ദേഹത്തെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ ഏതൊക്കെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നു, ഇതിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. സ്മൃതി, അത് പറയുമ്പോൾ CBIയുടെ അന്വേഷണത്തെക്കുറിച്ച് പറയേണ്ടി വരും. CBIയുടെ റഫർ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. CBI സ്വീകരിച്ച ശൈലി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ. കേരള പോലീസും IBയും നടത്തിയ അന്വേഷണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് CBI നടത്തിയത്. അതല്ലാതെ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്കും CBI പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രതികൾക്കെതിരെ കേരള പോലീസും IBയും കണ്ടെത്തിയ പല ഫൈൻഡിങ്സും ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും അതിനകത്തുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റഫർ റിപ്പോർട്ടാണ് കോടതി സമർപ്പിച്ചത്. വളരെ നേരത്തെ തന്നെ വ്യക്തമാണ്, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിൻ്റെ മകൻ്റെ പേര് IBയുടെ ഡെയിലി ഡോസിയറിൽ വന്ന ശേഷമാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്. നമുക്കറിയാം, നരസിംഹറാവു ഒരു അജണ്ടയും ഇല്ലാതെ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങുകയും വിജയരാമറാവുവിനെ വിളിച്ചു വരുത്തുകയും ഇവിടെ വെച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ 94 മറിയം റഷീദയുടെ അറസ്റ്റ് മുതൽ ഈ കേസ് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഈ കേസ് CBI അട്ടിമറിക്കുകയായിരുന്നു. ഇതിൻ്റെ മെറിറ്റിലേക്ക് ഒരിക്കലും ഒരന്വേഷണത്തിലും ഒരു ഘട്ടത്തിലും CBI കടന്നിട്ടില്ല. അതാണ് വസ്തുത.